ഹലോ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഒരു ക്രിസ്റ്റൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് BCC, FCC, സിമ്പിൾ ക്യൂബിക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി അതെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് നമ്മൾ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ, എനി ഇംപെർഫെക്ഷൻ ഇൻ എ റെഗുലർ ജോമെട്രിക്കൽ സ്ട്രക്ചർ ഇൻ എ ക്രിസ്റ്റലിൻ സോളിഡ്, ദാറ്റ്സ് കോൾഡ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ആ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷനോ അല്ലെങ്കിൽ റെഗുലർ പാറ്റേണിൽ വ്യത്യാസമായിട്ടോ അതിൻ്റെ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയും. ഈ ക്രിസ്റ്റൽ ഡിഫക്റ്റ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്കൊരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തണം എന്ന് വിചാരിക്കുക. അതായത് ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ കൊറോഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊറോഷൻ റെസിസ്റ്റൻസ് ക്രോമിയം ആഡ് ചെയ്യും. അതേപോലെ തന്നെ നിക്കൽ ആഡ് ചെയ്തിട്ട് ടഫ്നെസ് ഇൻക്രീസ് ചെയ്യും. ബോറോൺ ആഡ് ചെയ്തിട്ട് ഹാർഡ്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഒരു ഫോറിൻ മെറ്റീരിയൽ, ഒരു ഫോറിൻ ആറ്റംസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ മെറ്റൽസിനെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ ഫോറിൻ ആറ്റംസ് നമ്മൾ അതിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ക്രിസ്റ്റലിൻ സ്ട്രക്ചറിൽ വ്യത്യാസം വരും. ആ റെഗുലർ പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ആ ഹോസ്റ്റ് ചെയ്ത മെറ്റീരിയൽ, നമ്മൾ ആദ്യം തന്നെ ഹോസ്റ്റ് ചെയ്ത ആറ്റംസ് ഉണ്ടാവും. അതിൽ ഇപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഓരോ കോർണറിലും സെൻറ്ററിലും ഓരോ ആറ്റംസ് ഉണ്ടാവും. ഈ ആറ്റംസിൻ്റെ പകരമായിട്ട് നമ്മൾ ഫോറിൻ ആറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഈ ആറ്റംസ് ഇപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു യൂണിറ്റ് സെല്ലിൽ എല്ലാ കോർണറിലുമാണ് ഓരോ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ആറ്റംസിന് നമ്മൾ ഓരോ പോയിന്റിനും നമ്മൾ എന്ത് പറയും? ലാറ്റിസ് പോയിന്റ് എന്നാണ് പറയുക. ഈ ലാറ്റിസ് പോയിന്റ് ഓരോ കോർണറിലിന് പകരം ആ കോർണറിൽ നിന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും അത് പ്ലേസ് ചെയ്യാം. അത് നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് ആണ്. കാരണം അതല്ല അതിൻ്റെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ റെഗുലർ നമ്മളൊരു ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അത് നമ്മൾ ക്രിസ്റ്റലിൻ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞു. അതിലെന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസോർഡറിൽ മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 ടൈപ്പ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് വരുന്നുണ്ട്. 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷണൽ ഡിഫക്റ്റ്. നമ്മൾ ഓരോന്ന് പറയുന്നതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഇപ്പോൾ നമ്മളൊരു അയൺ എടുക്കാം. ഒരു അയൺ എടുത്ത് നമ്മളൊരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് നമ്മളതിനെ ഹീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും, ചൂടാക്കുകയാണ്. അതിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ താഴെ തന്നെ ഈ അയണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നല്ല മാറ്റങ്ങൾ വരാറുണ്ട്. അതായത് ഇപ്പോൾ അത് ഒരു ലോവർ ടെമ്പറേച്ചർ, നമ്മൾ 700-723 ഡിഗ്രി താഴെ, അതിന് ആൽഫ അയൺ എന്ന് പറയും. ഈ ആൽഫ അയണിൻ്റെ സ്ട്രക്ചർ സാധാരണ BCC ആണ് കാണിക്കാറ്, ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ. പിന്നെ അത് മുകളിൽ ഒരു ഓസ്നേറ്റീവ് സ്ട്രക്ചർ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഗാമ അയൺ വന്നാൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നേരിട്ട് ഒരു FCCയിലോട്ട് മാറും. പിന്നെ അതിലും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് താഴെ, അതായത് ഒരു 1400 മുകളിൽ മെൽറ്റിംഗ് പോയിൻറ്റ് നമുക്ക് ഏകദേശം 1539 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അയണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. അതിന് താഴെ അത് കാണിക്കുന്നത് ഒരു BCC സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലുള്ള മാറ്റങ്ങളൊക്കെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. അപ്പോൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ മാറ്റങ്ങൾ വരുമ്പോൾ അതിലെന്തെങ്കിലും ഇംപെർഫെക്ഷൻ വരും. ആ ഇംപെർഫെക്ഷൻ ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ ടോപ്പിക്കും നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റിലെ ഫസ്റ്റ് പോയിൻ്റാണ്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് 0 ഡയമെൻഷണൽ ഡിഫക്റ്റ്. 0 ഡയമെൻഷണൽ ഡിഫക്റ്റ്, അതിൻ്റെ വേറൊരു പേരാണ് പോയിൻ്റ് ഡിഫക്റ്റ്. പോയിൻ്റ് ഡിഫക്റ്റ്. ഈ പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ലാറ്റിസ് പോയിൻ്റ് എന്ന് പറഞ്ഞു. ലാറ്റിസ് പോയിൻ്റ് എന്നുള്ള ടേം പറഞ്ഞു. ലാറ്റിസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഞാനൊന്നും ജസ്റ്റ് ഒന്ന് പറയാം. ഈ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ എന്തായിരുന്നു? ഓരോ കോർണറിലും ഓരോ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടായിരുന്നു അല്ലേ? ഇവിടെ എല്ലാ പോയിന്റിലും ഓരോ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. കാരണം ഇവിടെ ഒരു ആറ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ആറ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പോയിന്റിൽ ഇങ്ങനെ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റിനെയാണ് നമ്മൾ ഓരോ ലാറ്റിസ് പോയിന്റ് എന്ന് പറയാം. ഇവിടെ പോയിന്റ് ഡിഫക്റ്റ് ബേസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരൊറ്റ ലാറ്റിസ് പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അതായത് ഒരൊറ്റ ആറ്റം അതൊന്നില്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് മിസ്സിങ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരൊറ്റ ആറ്റം, ഒരൊറ്റ ലാറ്റിസ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിഫക്റ്റാണ് പോയിന്റ് ഡിഫക്റ്റ്. ആ പേര് തന്നെ ഉണ്ട് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം, ചിലപ്പോൾ ഈ ഒരു ആറ്റം ഇവിടെ നിൽക്കുന്നതിന് പകരം വേറെ ഈ ഒരു പ്ലേസിൽ നിന്ന് വേറെ ഇങ്ങോട്ടേലും മാറി താമസിക്കും. ഒരൊറ്റ ലാറ്റിസ് പോയിന്റ് ബേസ് ചെയ്തിട്ട് മാത്രം പറയുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് പോയിൻ്റ് ഡിഫക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഏതൊക്കെയാണ് പോയിൻ്റ് ഡിഫക്റ്റിൽ വരുന്നത് നോക്കാം. മെയിനായിട്ട് രണ്ടായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക് ഡിഫക്റ്റ് ആൻഡ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റ്. മെയിനായിട്ട് ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇൻട്രിൻസിക് ഡിഫക്റ്റ് ആൻഡ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റ്. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിലുള്ള ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ആറ്റം, ഒരു എക്സ്ട്രാ ആറ്റം, നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ ഇല്ലാത്തൊരു എക്സ്ട്രാ ഫോറിൻ ആറ്റം നമ്മളെ അതിലോട്ട് ആ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻട്രിൻസിക് ഡിഫക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇൻട്രിൻസിക് ഡിഫക്റ്റ് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് ഒന്ന് വാക്കൻസി, രണ്ടാമത്തെ ഫ്രങ്കൽ ഡിഫക്റ്റ്, മൂന്നാമത്തെ ഷോർട്ട് കീ ഡിഫക്റ്റ്. ഏതൊക്കെയാണ് ഇൻട്രിൻസിക് ഡിഫക്റ്റിൽ വരുന്നത്? വാക്കൻസി, ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. നെക്സ്റ്റ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റിലാണെങ്കിൽ രണ്ടായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്, രണ്ടാമത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്, രണ്ടാമത്തെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇതാണ് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ തന്നെ 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് 0 ഡയമെൻഷണൽ ഡിഫക്റ്റ്, ദാറ്റ്സ് മീൻ പോയിൻ്റ് ഡിഫക്റ്റ്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്നും എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്നും. ഈ ഇൻട്രിൻസിക് ഡിഫക്റ്റിനെ വാക്കൻസി, ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ. ഈ എക്സ്ട്രിൻസിക് ഡിഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്ന് നോക്കാം. ഈ വാക്കൻസി എന്താ, ഫ്രങ്കൽ എന്താണെന്നും ഓരോന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നോക്കാം. വാക്കൻസി എന്താണ് വാക്കൻസി എന്ന് നോക്കാം. വാക്കൻസി എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് പോയിന്റിലെ ഒരു ആറ്റം മിസ്സിങ് ചെയ്യുക, ഒന്നല്ല, അല്ലെങ്കിൽ ഒരു പോയിന്റിലെ ഒരു ആറ്റം മിസ്സാവുന്ന പ്രോസസ്സിനെയാണ്, മിസ്സാവുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ വാക്കൻസി എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം, ഞാനൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ വരക്കുകയാണ്. ഇതിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കറക്റ്റ് റെഗുലറായിട്ട് ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആറ്റംസ് അറേഞ്ച് ചെയ്തതിൽ ഏതെങ്കിലും ഒരു ആറ്റം മിസ്സാവുക. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു ആറ്റം മിസ്സാവുകയാണ് വിചാരിക്കുക, ഈ ഒരു ആറ്റം മിസ്സാവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്കൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ആറ്റം മിസ്സായി, ഇത് ഒന്നോ ഒന്നിൽ കൂടുതലോ എന്തൊക്കെ ആവാം. എന്നാലും ഒരാറ്റം ഈ മറ്റേ വാക്കൻ്റ് ഈ ലാറ്റിസ് പോയിന്റ് ഉണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ വാക്കൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഈ ആറ്റത്തിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യാനാണ് കാരണമാവുക. കാരണം ആറ്റംസിൻ്റെ ഡെൻസിറ്റി വാക്കൻ്റായിട്ട് കിടക്കുന്ന ഓരോ ലാറ്റിസ് പോയിന്റ് കാരണം അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ വാക്കൻസിയും ഇൻക്രീസ് ചെയ്യും, എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും വാക്കൻസി. ഇപ്പോൾ വാക്കൻസി എന്ന് പറയുന്നത് ഒരു വാക്കൻറ്റ് സ്പേസ്, ഒരു വാക്കൻറ്റ് ആറ്റം ഉണ്ടാവും, ഒരു മിസ്സിങ് ആറ്റം ഉണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡിഫക്റ്റാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. നെക്സ്റ്റ് വൺ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആനിയോണും കാറ്റിയോണും കൂടിയതാണ് ചിലപ്പോൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ആനിയോണ് കമ്പാരിറ്റീവ്ലി കാറ്റിയോണിലേറെ ബിഗർ സൈസ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ എന്തുണ്ടാവും? ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ഒരു ആനിയോണും കാറ്റിയോണും കൂടി ആയിട്ട് വരക്കാം. ആനിയോണും കാറ്റിയോണും ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ വരക്കാം. ഇവിടെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് ആനിയോണ് കാറ്റിയോണ് അങ്ങനെയുള്ളൊരു പക്ക ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇനി ഇതിൽ നമുക്കറിയാം, ഇവിടെ ആനിയോൺ കമ്പാരിറ്റീവ്ലി കാറ്റിയോണുകൾ കൂടുതലാണ്. ഒരു കാറ്റിയോണ് അത് ഡിസ്പ്ലേസ് ചെയ്യുക, അതായത് ഇവിടെ ഈ കാറ്റിയോണിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഇതിൽ നിന്ന് മാറിയിട്ട് ഈ സ്ട്രക്ചറിൽ, ഈ ക്രിസ്റ്റലിൻ ഇതിൻ്റെ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റലിൽ ഇവിടെ ഉണ്ടായിരുന്ന കാറ്റിയോണ്
നേരിട്ട് എങ്ങോട്ട് മാറി? ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ട്. അതായത് ഇവിടെ എവിടെയാണോ ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ ഉണ്ടാവുക അങ്ങോട്ട് അത് മാറി. ഇപ്പോൾ നേരെ വന്നുകൊണ്ട് ഇത് നേരെ വന്നുകൊണ്ട് ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്താ പറയുക, ഇവിടെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ആറ്റാണിത്. അതായത് ഇവിടെ അല്ല ഇതിൻ്റെ സ്ഥലം, ഇവിടെയാണ്. ഇതിന്ന് ഇവിടെ ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ഓഫ് വാക്കൻസി ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ആറ്റാണ്. അതിൻ്റെ ഈ വാക്കൻ്റ് ഈ ഒരു പൊസിഷൻ, ഈ ഒരു ലാറ്റിസ് പോയിന്റിൽ നിന്ന് നേരിട്ട് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ട്, അതായത് വാക്കൻ്റ് ആയിട്ടുള്ള രണ്ട് ആറ്റത്തിൻ്റെ അടിയിലുള്ളൊരു ഗ്യാപ്പിലോട്ട് അത് മൂവ് ചെയ്തു. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് വാക്കൻസി ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ആറ്റം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റിയിലൊന്നും വ്യത്യാസം വരുന്നില്ല. കാരണം ഇതിൽ നമുക്കൊരു ആറ്റം മിസ്സിംഗ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഡെൻസിറ്റിയിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഇനി മൂന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഷോർട്ട് കീ ഡിഫക്റ്റ് ആയിരുന്നു. മൂന്നാമത്തത് ഷോർട്ട് കീ ഡിഫക്റ്റ്. അത് ഇതിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഷോർട്ട് കീ ഡിഫക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോൺ മിസ് ചെയ്യുക. ഒരു ആനിയോണും കാറ്റയോണും കൂടി മിസ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് ഞാൻ കാണിക്കുന്നത്, ഇവിടെ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിച്ചു. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആനയോണും ഒരു കാറ്റയോണും കൂടി രണ്ടും ഒരു പെയർ മിസ്സാവുന്ന. ഇപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഒരു ആനിയോണ് മിസ്സായി, കാറ്റയോണ് മിസ്സായി. അങ്ങനെ ഒരു മിസ്സിങ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? അവിടെ ഡെൻസിറ്റിയിൽ കുറവുണ്ടാകും. കാരണം ഇവിടെ ആറ്റം മിസ്സിങ് ആണ്, ആനിയോണും കാറ്റയോണും മിസ്സിങ് ആയി. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഷോർട്ട് കീ ഡിഫക്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റൽ സോളിഡ്. ബട്ട് ഇൻ ഫ്രെങ്കൽ ഡിഫക്റ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ബിക്കോസ് ഒരു കാറ്റയോൺ ആറ്റം എന്ന് ചെയ്യുന്നത് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ് ഫ്രെങ്കൽ ഡിഫക്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു. സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റിൽ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഒന്ന് അടുത്തതായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ച ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഓർഡർ വരക്കാണ്. ഇതാണ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ. സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ഇംപെർഫെക്ഷൻ ഒരു എക്സ്ട്രാ ഒരു ഫോറിൻ ആറ്റം നമുക്ക് ഇവിടെ ഈ ഒരു പെർമനൻറ്റ് ഹോസ്റ്റ് ചെയ്ത ആറ്റത്തിന് പകരം, അതായത് ഇതാണ് ഇതിൻ്റെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിന് പകരം ഇപ്പോൾ ഇതെല്ലാം അയണിൻ്റെ ആറ്റംസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ഫോറിൻ ആറ്റം നമ്മൾ വരിക. അപ്പോൾ സ്ട്രക്ചറിൽ ഇപ്പോൾ ഞാനിതിൽ ഒരു സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണ് വിചാരിക്കുക. ഈ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ ഞാനൊരു എക്സ്ട്രാ ഒരു ഫോറിൻ ആറ്റം, ഇതിന് പകരം ഞാനിവിടെ ഒരു ക്രോമിയത്തിൻ്റെ ആറ്റമാണ് വരിക എന്ന് വിചാരിക്കുക. ഒരു എക്സ്ട്രാ ആറ്റം അതിൻ്റെ ഹോസ്റ്റ് ചെയ്ത ആറ്റത്തിൻ്റെ പകരമായിട്ട് ഒരു എക്സ്ട്രാ ഫോറിൻ ആറ്റം വന്നുകൊണ്ട് ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് ആണ്. അതാണ് ഒരു സ്റ്റീലിലോട്ട് നമ്മളൊരു ക്രോമിയം ആഡ് ചെയ്യാണ്. അങ്ങനെ ക്രോമിയം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലാറ്റിസ് പോയിന്റിൽ ഒരാറ്റത്തിന് പകരം വേറെ ഒരു ഫോറിൻ ആറ്റം വന്നുകൊണ്ട് പ്ലേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ആണ് പറഞ്ഞത്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെയിം ഇവിടെ ഇപ്പോൾ ഇത് ആറ്റാണെന്ന് വിചാരിക്കുക, സെയിമായി ഇൻഡസ്ട്രീഷ്യൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ആറ്റം തന്നെയാണ് വരുന്നത്. ആ ഫോറിൻ ആറ്റം വരുന്നത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലാണ് പ്ലേസ് ചെയ്യുക. അതായത് ഇവിടെയുള്ള ഹോസ്റ്റ് ചെയ്ത ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യില്ല. അതിന് പകരം ഇതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലാണ് എന്ത് വരുന്നത്? ഈ ഫോറിൻ ആറ്റം പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഡിഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അയണിലോട്ട് നമ്മൾ കാർബൺ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെ അയണിൻ്റെ ആറ്റംസ് ആണ്. കാർബൺ ഇതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ടുണ്ടായി. അപ്പോൾ അയണും കാർബണും കൂടിയും നമ്മൾ അറേഞ്ച് ചെയ്ത് നമുക്കൊരു സ്റ്റീൽ കിട്ടും. അപ്പോൾ അയൺ കാർബൺ കോമ്പിനേഷൻ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇതാണ് മെയിനായിട്ട് വരുന്ന സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? വാക്കൻസി, ഫ്രെങ്കൽ ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്, ഇൻഡസ്ട്രീഷ്യൽ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്. ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റ്. താങ്ക് യു.